ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. 1-ാം തീയതി നടന്ന 07/2/2026 ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ പ്രൊവിഷണൽ ആൻസർക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട നഗരം ഷോർട്ടുഗായ്. CE 1-ാം നൂറ്റാണ്ടിൽ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യൻ ഗോത്ര റിപ്പബ്ലിക് യൗധേയർ. ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിൻ്റെ താഴ്വരയിൽ സന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം. ഡി ആണ് വരുന്നത്, ദാമിൻകോഹ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്. 4 എ ആണ് വരുന്നത്, സൗമൻ സെൻ. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ കിരീടം നേടിയ ജില്ല. 5ൻ്റെ ആൻസർ വരുന്നത് സി ആണ്, കണ്ണൂർ. 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി. 6 ബി ആണ് വരുന്നത്, EP രാജഗോപാലൻ. അയ്യാവഴി എന്നറിയപ്പെടുന്ന വിശ്വാസ സമ്പ്രദായത്തിൻ്റെ സ്ഥാപകൻ. അയ്യാവഴി വൈകുണ്ഠ സ്വാമികൾ. അഭിനവ കേരളം മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ്. അഭിനവ കേരളം മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദൻ. 1818 കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച മിഷണറി ഡൗസൻ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വദേശീയ അച്ചടിശാല സെൻറ് ജോസഫ്സ് പ്രസ്. ഉയർന്ന പർവ്വത ചരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളായ ബുഗ്യാൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വത മേഖല. 11ൻ്റെ ആൻസർ സി ആണ് വരുന്നത്, ഉത്തരാഖണ്ഡ് ഹിമാലയം. താഴെ തന്നിരിക്കുന്നവയിൽ അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണമാണ്. 12 ബി ആരവല്ലി. അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം ആരവല്ലി. സമ്പൂർണമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം. 13 ബി ആണ് വരുന്നത്, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ സവിശേഷതകൾ ഏതെല്ലാം? ഡി ആണ് വരുന്നത് 1, 3. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. തീരത്തോടടുത്ത് കായലുകൾ കാണപ്പെടുന്നു. ഇന്ത്യയിലെ 4 പ്രധാന മെട്രോ നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാ ശൃംഖല. സി ആണ് വരുന്നത്, സുവർണ ചതുഷ്കോണം. കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? 16 എ ആണ് വരുന്നത്, കാവേരി നദിയിൽ. ഥാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധവരണ്ട സമതലമാണ്. ഈ പ്രദേശം അറിയപ്പെടുന്നത് രാജസ്ഥാൻ ബാഗർ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? 18 ഡി ആണ് വരുന്നത്, അഫ്ഗാനിസ്ഥാൻ. 19 ചുവടെ കൊടുത്തിരിക്കുന്ന ഒരു അലോഹ ധാതുവാണ്. 19ൻ്റെ ആൻസർ സി, മൈക്ക. ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത്. 20 ഭംഗർ. പുതിയതാണെങ്കിൽ ഖാദർ. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പ്രധാന പങ്ക് വഹിച്ച നേതാവ്. 21 സർദാർ വല്ലഭായ് പട്ടേൽ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? 22 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. 23 ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? 23 എ ആണ്, അരുണ ആസിഫ് അലി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ഗദ്ദാർ പാർട്ടി സ്ഥാപിതമായ വർഷം. 24 1913. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകൾ? സുഭാഷ് ചന്ദ്രബോസ്.
കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏതാണ്? 26 സി ആണ് വരുന്നത്, ആറ്റിങ്ങൽ കലാപം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചതാരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം? 28A മണിപ്പൂർ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം? 29 ആന്ധ്രാപ്രദേശ്. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? 30 ബി ആണ് വരുന്നത്, ബെൽഗാം സമ്മേളനം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? 31 ഡി ആണ് വരുന്നത്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? 32 ബി ആണ് വരുന്നത്, 86-ാം ഭേദഗതി. 33 മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി രൂപീകൃതമായ കമ്മിറ്റി ഏതാണ്? എ ആണ് വരുന്നത്, സ്വരൻ സിംഗ് കമ്മിറ്റി. 34 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ ഏത് സംസ്ഥാനത്താണ് പ്രവർത്തിച്ചിരുന്നത്? 35 രാജസ്ഥാൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 36 ബി ആണ് വരുന്നത്, 2005. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്തത് തിരിച്ചറിയുക. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത്? 38A മാഡം ബിക്കാജി ഗാമ. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 39 ഡി ആണ് വരുന്നത്, ജനുവരി 24, 1950. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ്? 40 ക്വവാറന്റോ. കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? എല്ലാം ശരിയാണെന്നുള്ളതാണ്. താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയെ കർണാടകത്തിലെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. നാടുകാണി ചുരം നിലമ്പൂർ ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്ക് നീങ്ങുന്ന പാത. കമ്പം ചുരം തൊടുപുഴ കട്ടപ്പന നെടുങ്കണ്ടം പ്രദേശങ്ങളെ തമിഴ്നാട്ടിലെ കമ്പം മധുര പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? 42 ബി ആണ് വരുന്നത്, ഇടുക്കി ചെറുതോണി കുളമാവ് എന്നീ ഡാമുകൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെ? 43 സി ആണ് വരുന്നത്, 1ഉം 3ഉം ആണ്. ചിന്നാർ വന്യജീവി സങ്കേതം, പെരിയാർ വന്യജീവി സങ്കേതം. 44 താഴെ കൊടുത്തിട്ടുള്ളവയിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ ശരിയായത് ഏതാണ്? 44 ബി ആണ് വരുന്നത്, 1, 2 ശരിയാണ്. തൃശ്ശൂർ ജില്ലയാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത്. വയനാട് തമിഴ്നാട് കർണാടക സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്നു. 45ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭാരതപ്പുഴ കേരളത്തിൽ കൂടി ഒഴുകുന്ന ജില്ലകൾ? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. 46 കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ്? പാമ്പാടും ചോല. 47 അർജുന അവാർഡ് നേടിയ KC ഏലമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് ഏത്? ബി ആണ് വരുന്നത്, 1, 2 ശരിയാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത വോളിബോൾ കായിക ഇനത്തിൽ പ്രസിദ്ധമായി. 48 നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 3 മാത്രം ശരിയെന്നുള്ളതാണ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2025 നടന്നത്. ഒരു നദിയും നേരിട്ട് വന്നു ചേരാത്ത കേരളത്തിലെ കായൽ ഏതാണ്? 49 ബി ആണ്, ശാസ്താംകോട്ട കായൽ. 1972 ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രൊജക്ട് കേരളത്തിലെ ഏത് തുറമുഖത്ത് ആദ്യമായി നടപ്പിലാക്കിയത്? 50 നീണ്ടകര. 51 മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1, 2, 4 ശരി. വാഗൺ ട്രാജഡി, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭം,
നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന കലാപം. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സമുദായ സംഘടന ബാലസമുദായ പരിഷ്കരണി സഭ. 53 വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ലഹരി ശൃംഖലകളെയും അതിന്റെ കണ്ണികളെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും ആരംഭിച്ച ലഹരി വേട്ട. 53 ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ ആരംഭിച്ച ആത്മീയ പ്രസ്ഥാനം പ്രത്യക്ഷരക്ഷാ ദേവസഭ. 55 കേരളത്തിൽ ആദ്യമായി പണിമുടക്ക് സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. 55 സി ആണ് വരുന്നത്, അയ്യങ്കാളി. വയലേരി കുഞ്ഞിക്കട്ടൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന ബഹുമതി നാമം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ്. 56 ബി ബ്രഹ്മാനന്ദ ശിവയോഗി. 57 താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ബി ആണ് വരുന്നത് 1, 3, 4 ശരി. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന ആപ്തവാക്യം. കാവുപാട്ട് എന്ന ചടങ്ങ് പരിഷ്കരിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. കേരളത്തിൽ ആദ്യത്തെ മിശ്രഭോജന സംരംഭമായി ആരംഭിച്ച സാമൂഹിക സംഘടന. 58 സഹോദര പ്രസ്ഥാനം. 59 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം. 59 ഡി ആണ് വരുന്നത്, അസർബൈജാൻ. 60 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് നടത്തിയ കാൽനട സമര പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നേതാവ് AK ഗോപാലൻ. 61 താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലിംഫ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയല്ലാത്തത് ഏത്? സി ആണ്, വലിയ പ്രോട്ടീൻ തന്മാത്രകൾ കാണപ്പെടുന്നു. 62 DNA-യിൽ ഉള്ളതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏതാണ്? ബി ആണ് വരുന്നത്, തൈമിൻ. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? വൈറ്റമിൻ സി. ജീവകം സി, ഓപ്ഷൻ ഡി. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ്. 64 ബി ആണ് വരുന്നത്, H5N1. 65 ഷിക് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? 65 എ ആണ് വരുന്നത്, ഡിഫ്തീരിയ. ആനക്കൊമ്പൻ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? 66 ആനക്കൊമ്പൻ വെണ്ടയല്ലേ? അതെ, ആനക്കൊമ്പൻ വെണ്ട. അശ്വമേധം പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? 67 ഡി ആണ് വരുന്നത്, കുഷ്ഠരോഗ നിർമ്മാർജ്ജനം. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം സൈലന്റ് വാലി. 68 എ ആണ് വരുന്നത്. 69 ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്? 69 സി, കൊൽക്കത്ത. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം? 70 എ ആണ് വരുന്നത്, DDT. ധാതുക്കളെയും അയിരുകളെയും സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയായത് ഏത്? 71 ബി എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. സിങ്ക് ലോഹവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിപ്പിച്ചാൽ പുറത്തേക്ക് വരുന്ന വാതകം? 72 ബി ആണ് വരുന്നത്, ഹൈഡ്രജൻ. ശുദ്ധജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്നത് ഏത് ഊഷ്മാവിലാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. 73 സി. ഒരാറ്റത്തിന്റെ മൂന്നാമത്തെ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എത്ര? 74 സി ആണ് വരുന്നത്, 18. ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കാത്ത ഘടകമേത്? 75 ഡി ആണ് വരുന്നത്, വസ്തുവിന്റെ നിറം. പ്രകാശം ഒരു പ്രതലത്തിൽ പതിക്കുമ്പോൾ പതനകോണും പ്രതിഫലനകോണും തുല്യമാകുന്നത് എപ്പോൾ? 76 എ ആണ് വരുന്നത്, എപ്പോഴും തുല്യമാണ്. ഒരു കലോറി എത്ര ജൂളാണ്? 4.2 ജൂൾ. 78 പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉള്ള അളവ് ഏത്? 78 ബി ആണ് വരുന്നത്, ഊർജം. 79 ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? 79 എ ആണ് വരുന്നത്, കൊബാൾട്ട് 60. അടിസ്ഥാന യൂണിറ്റുകളായ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ ഉപയോഗിച്ച് പവറിന്റെ യൂണിറ്റ് എഴുതിയാൽ ശരിയായത് ഏത്? 80 എ ആണ് വരുന്നത്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. എണ്ണൽ സംഖ്യകളിൽ ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുക? 81 ഡി ആണ് വരുന്നത്, 110. 82 24, 60 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര?
82. ബി ആണ് വരുന്നത് 120. 83. 0.061 ഇൻറ്റു 1.3 എത്ര? 83. ബി ആണ് ആൻസർ വരുന്നത് 0.0793. 84. വർഗവും മൂല്യവും തുല്യമായി വരുന്ന എണ്ണൽ സംഖ്യ ഏത്? 84. സി ആണ് വരുന്നത് 1. ആദ്യത്തെ 5 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എന്ത്? 85. ഡി ആണ് വരുന്നത് 0. 86. ഒരു കാർ 2 മണിക്കൂർ കൊണ്ട് 120 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അതിൻ്റെ വേഗത എത്ര? 86. സി ആണ് വരുന്നത് 60 കിലോമീറ്റർ പെർ മണിക്കൂർ. 500 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 550 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? 87. ഡി ആണ് വരുന്നത് 10. 89. സോറി 500 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 550 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? 87. ഡി ആണ് വരുന്നത് 87. ഡി 10. ഓക്കെ. 88. 2/7ൻ്റെയും 1/4ൻ്റെയും തുക എത്ര? എ ആണ് വരുന്നത് 15/28. 4 വ്യക്തികളുടെ ശരാശരി പ്രായം 40 എങ്കിൽ ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി പ്രായം 45 വർദ്ധിച്ചു എങ്കിൽ പുതുതായി വന്ന ആളുടെ പ്രായം എത്ര? 89. സി 65. 90. 60നും 70നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ തുക? 90. ഡി ആണ് വരുന്നത് 128. 91. 2, 6, 12, 20, 30 എന്ന ശ്രേണിയിലെ അടുത്ത പദം എത്രയാണ്? 91. ബി ആണ് വരുന്നത് 91. ബി 42. ഒരു സംഖ്യയുടെ 2/3 ഭാഗം 80 ആണെങ്കിൽ സംഖ്യ ഏത്? 92. സി ആണ് 120. 93. 15 × 6 + 120 /4 - 50. 93. ഡി ആണ് വരുന്നത് 70. 94. 2/10 എത്ര കൂട്ടിയാൽ 2/11 കിട്ടും? 2/1. 94. ബി ആണ് വരുന്നത് 2/10 എത്ര കൂട്ടിയാൽ 2/11 കിട്ടും? 2/10. 94. ബി ആണ് വരുന്നത് 2/10. ഓക്കെ. 94. ബി. 95. അച്ഛൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള അനുപാതം 5:1 4 വർഷം കഴിഞ്ഞ് ഇത് 4:1 ആകുന്നുവെങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 95. എ ആണ് 60. താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. 25, 9, 16, 42, 49, 64. 96. സി ആണ് വരുന്നത് 42. ഒരു വാച്ച് 20% നഷ്ടത്തിൽ 400 രൂപയ്ക്ക് വിറ്റു. എന്നാൽ വാങ്ങിയ വില എത്ര? 97. ഡി ആണ് വരുന്നത് 500. 98. 8, 11, 14, 17, 20 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക? 98. സി ആണ് വരുന്നത് 730. ഒരു സംഖ്യയോട് 3 കൂട്ടിയതിൻ്റെ വർഗ്ഗം 64 ആയാൽ സംഖ്യ ഏത്? 99. സി ആണ് വരുന്നത് 5. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി ഭാരം 35 കിലോഗ്രാം ആണ്. ടീച്ചറെയും ഉൾപ്പെടുത്തിയാൽ ശരാശരി ഭാരം 36 കിലോഗ്രാം ആയാൽ ടീച്ചറുടെ ഭാരം എത്ര? 100. സി ആണ് വരുന്നത് 66. ഉപകാരപ്രദം തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.